നിങ്ങൾക്ക് ഒരു അധ്യാപികയാവാനാണോ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ പൊതുവെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സജഷൻസ് ആണ്. ഒന്ന്, ഒരു BEd ടീച്ചർ ആവാം, അല്ലെങ്കിൽ BEd പോയി പഠിച്ചോ, അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സില്ലേ അത് ബെസ്റ്റ്. ഈ മോണ്ടിസോറി എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് കേട്ടുവരുന്ന ഒരു കോഴ്സാണ് അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു വലിയ കൺഫ്യൂഷൻ വരും. എന്താണത്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോണ്ടിസോറി ആൻഡ് BEd? വളരെ സിമ്പിൾ ആണ്. BEd പണ്ടത്തേതിൽ നിന്നും വിപരീതമായിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ മാറി 2 വർഷം നിങ്ങൾ പഠിക്കണം. നിയർ 15 ടെക്സ്റ്റ് ബുക്സ് വേണം നിങ്ങൾക്ക് BEd പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ആ 15 ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ വേറൊരു കാര്യം വരും. ഈ എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ BEdൽ പഠിപ്പിക്കുന്നത്? സോ ഇറ്റ്സ് വെരി സിമ്പിൾ റൈറ്റ്. നിയർ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ, അതായത് നമ്മൾ പ്രൈമറി തലങ്ങളിലും അതിനുശേഷം നമ്മൾ ഹൈസ്കൂൾ ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലും നമ്മൾ ഈ ഒരു BEd ക്ലാസ് അല്ലെങ്കിൽ BEd കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോഴാണ് മോണ്ടിസോറിയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്.